അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ടൂറ് കഴിഞ്ഞ് ഉമ്മയും ഷമ്മാസും നവാസും തിരിച്ചു വരുമ്പോൾ നവാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരു നിമിഷം അവൻ ഫോൺ എടുത്ത് നോക്കി. സൗദ വിളിക്കുകയാണ് അവളെ. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് വിളിക്കുകയാണ്. വിളിക്കട്ടെ. ഉമ്മ കണ്ടാൽ എന്തായാലും അത് എടുക്കാൻ പറയും. തൽക്കാലം ഫോണങ്ങ് സൈലൻ്റ് ആക്കിയിടാം. അവൻ ഫോൺ സൈലൻ്റ് ആക്കിയിട്ടു. ഒന്നും അറിയാത്ത പോലെ നിന്നു. അത് കുറച്ചൊക്കെ പെണ്ണുങ്ങളും കരുതണം. അല്ലാതെ ഇതിപ്പോൾ ഞാനിങ്ങനെ എല്ലാവരെയും പിന്നാലെ ഇനി ആവില്ല, നടക്കില്ല. വേണ്ട രീതിയിൽ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് വേണ്ട വീട് പണിക്കുള്ള ക്യാഷ് അവൾ അക്കൗണ്ടിൽ ഉണ്ട്. അതെ, അത് മാസാമാസം അവളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതെ, അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. എന്നിട്ട് അവർ തലയിൽ കയറുകയാണ്. അല്ലെ ഇപ്പം എന്ത് ജോലി അവരെടുക്കണം വീട്ടിൽ? ഒന്നുമില്ല. എൻ്റെ മക്കളെ നോക്കിയതാണോ ഇത്ര വലിയ കുറ്റം? അതെ, ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓളെ ഉമ്മയാണ്. ഓള് നല്ലതായിരുന്നു. ഓള് അത്ര മോശമൊന്നുമില്ലായിരുന്നു എല്ലാം കൊണ്ടും. എന്നാൽ ഗർഭിണി കൂടി ആയപ്പോഴാണ് അവർക്ക് അതിനു മുമ്പേ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, നിനക്ക് എന്തേ ഉണ്ടായാൽ അതൊക്കെ പോകും. ഓല വല്ലാതെ എടുക്കാനും നിൽക്കണ്ട. എന്തായാലും ഉള്ളറിഞ്ഞ് 1-2 മാസമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങി ഓരോ മന്ത്രിക്കലും കുട്ടികളോടൊരു വെറുപ്പ് കാണിക്കലും ഒക്കെ. നല്ല രീതിയിലാണെങ്കിലും ഓക്കെയാണ് നവാസ്. പക്ഷേ വീണ്ടും ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ നവാസിനെ കാക്കണ്ട. നവാസും അല്പം വാശിയിൽ തന്നെയായിരുന്നു. അതെ, കുറേ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ മടുത്തു പോയിട്ടുണ്ട്. അവനൊന്നും അറിയാത്ത പോലെ നിന്നു. വീണ്ടും ഫോൺ അങ്ങനെ സൈലൻ്റായി. വൈബ്രേഷൻ. എന്താ മോനെ ഒരൊച്ച? അതും ആ ഫോണ് വൈബ്രേറ്റ്. എന്താടാ സൈലൻ്റ് ആക്കിയിട്ടേക്കണോ? ഒന്ന് എടുത്തോക്ക്. ആരാ നോക്ക്. എന്നാൽ ഇത്തവണ വിളിച്ചത് ആരുമല്ലായിരുന്നു. ഫോൺ വീണ്ടും വീണ്ടും അടിച്ചപ്പോൾ ഒന്നെടുത്ത് നോക്കിയപ്പോൾ റബ്ബേ, ഇത് മറ്റേ നമ്പർ. ഇത് അല്ലാ, എൻ്റെ മോനാണോ? ഹലോ ഉപ്പച്ചി, ഉപ്പച്ചി. അതെ, മോളാണ്. ഉപ്പച്ചി വന്നോ? അതെ, കുഞ്ഞാവ കരയുന്നുണ്ട് കേട്ടോ. ഉപ്പച്ചിയെ കാണുമെന്ന് പറയുന്നുണ്ട്. ഉപ്പച്ചി ഇങ്ങോട്ട് വാ ഉപ്പച്ചി. അത് പൊന്നുമോള് കൊഞ്ചിക്കൊണ്ട് വിളിക്കുകയാണ്. ഒരു നിമിഷം ആ ഒരു ശബ്ദം ഉമ്മയുടെ ചെവിയിലും എത്തി. മോനെ, ആരാ? മോളുമാണോ വിളിച്ചത്? ഇങ്ങോട്ട് കാട്ടിക്ക മോനെ. ഹലോ മോളു. ഉമ്മമ്മ, ഉമ്മമ്മ, ഉപ്പച്ചി ഉമ്മമ്മ വരുമോ ഞങ്ങളെ കൊണ്ടുവരാൻ? കുഞ്ഞാവ കരയുന്നുണ്ട്. മോളെ ആയിക്കോട്ടെ. ഉമ്മാൻ്റെ കുട്ടികൾ നല്ല കുട്ടികളായി അവിടെ നിൽക്കിട്ടോ. നാളെ തന്നെ ഉപ്പച്ചിനെ പറഞ്ഞേക്കട്ടോ. ഞങ്ങളൊരു സ്ഥലത്ത് പോയി വരിക കേട്ടോ. നല്ല മക്കളല്ലേ. കുഞ്ഞാവാനെ നല്ലോണം നോക്കണം കേട്ടോ. എവിടെ കുഞ്ഞാവ? കുഞ്ഞാവ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് കുറേ കരഞ്ഞു. ഉമ്മച്ചിയെ ഇടങ്ങാറാക്കാണ്. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഉപ്പച്ചിനെ പറഞ്ഞേക്കട്ടോ. മോനെ നവാസേ, ഉമ്മാൻ്റെ കുട്ടി നാളൊന്ന് പോയി പോരിട്ടോ. ഒരു നിമിഷം നവാസ് ഞെട്ടിപ്പോയി. അതെ, ഞാൻ ഒഴിവാക്കിയ പെണ്ണ്. റബ്ബേ, ഉമ്മ ഞാനെങ്ങനെ വീട്ടിലേക്ക് പോവുക? എൻ്റെ പൊന്നു മോനെ, ഈ ഓളെ 3 ചൊല്ലിക്കണോ? ഇല്ലല്ലോ. ഒരു നിമിഷം നവാസ്. ഉമ്മ, അത് എന്തൊക്കെ തന്നെയാലും ഞാനത് ഒഴിവാക്കിയ ബന്ധമല്ലോ ഉമ്മ. ഞാൻ ആ വീട്ടിലേക്ക് പോവുകയെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ മോനെ? എന്നും ഓളെ ആങ്ങളിനെ കാക്കാൻ പറ്റുമോ? ഉമ്മാൻ്റെ കുട്ടി അവിടെ ഉള്ളിക്കാണ്ട് കയറിയിട്ടില്ലെങ്കിലും അവിടെ ഇനിയിപ്പോൾ കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഓല ഉമ്മയും ഇപ്പം ഇല്ലേ? കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും ആ ഉമ്മയും ബാപ്പയും എൻ്റെ ഉമ്മൻ്റെയും ബാപ്പാൻ്റെയും പോലെ തന്നെയാണ്. അതെ, തൊട്ടാൽ പോലും ഒന്നും മുറിയില്ലാന്നാണല്ലോ. കാണു തെറ്റില്ല. അതെ, ആ ഉമ്മയും ഇപ്പം എൻ്റെ ഉമ്മാനെയും ഇപ്പാനെയും പോലെ തന്നെയാണ്. ഉമ്മാൻ്റെ കുട്ടി മനസ്സിലൊന്നും വെക്കണ്ട. കയറി ചെന്നോളി ധൈര്യമായി ആ അമ്മാൻ്റെ ഇപ്പാൻ്റെ അടുത്തേക്ക്. എന്നെയൊക്കെ കുറിച്ചൊക്കെ വലിയ സ്നേഹമാണ്. എന്തപ്പോൾ കാട്ടുക? ഓല മോളെ തന്നെയാണ് കുറ്റം പറഞ്ഞത്. ഞങ്ങളെ മോളെ അടുത്താണ് കുറ്റം തന്നെ പറയണത്. അല്ലാതെ ഇപ്പോൾ ഒന്നും പറയണില്ല. ഇമ്മാൻ്റെ കുട്ടി ഒന്ന് പോയിക്കാണ്ടിട്ടാ. ഒരു നിമിഷം നവാസിന് എന്ത് ചെയ്യണം എന്നായിപ്പോയി. റബ്ബേ, അതെ, മോന് കരയുന്നുണ്ട്. ഇന്ന് തന്നെ എത്തി. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും രാത്രിയാവും എത്തുമ്പോഴേക്കും. നാളെ രാവിലെ പോകാം ഇൻഷാ അല്ലാ. പക്ഷേ ഷമ്മാസിന് അത് കേട്ടപ്പോൾ പറഞ്ഞു, ഇക്ക ധൈര്യത്തോടെ ചെല്ലി. പാവാണ് ആ ഉമ്മയപ്പയും. അവരുടെ അടുത്തുനിന്ന് കാണാൻ പോകണം. ഇനിയിപ്പോൾ ഇത്താനോട് നിങ്ങൾ അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് ആ ഉമ്മയും ഉപ്പയും ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. പാവങ്ങളാണ്. എന്തൊരു സ്നേഹമാണോ.
ഇനിയിപ്പോൾ ഇത്താൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവരോട് മിണ്ടാതിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കേട്ടോ. നവാസും ഇക്കയെ ഉപദേശിച്ചു. നവാസ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നിന്ന് പോയി. റബ്ബേ, എന്തപ്പോൾ ചെയ്യുക? ഞാൻ ചെകുത്താനും കടലിനും ഇടയിൽ വെട്ടുപോലായി ഇനിയിപ്പോൾ. എന്നാൽ ഈ സമയം സൗദിയുടെ വീട്ടിൽ എന്തായിരുന്നു ഓള് പറഞ്ഞേനു. നല്ല സ്നേഹമുള്ള പുതിയാപ്പിളയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം എന്തേടി അന്നെ വിളിയൊക്കെ മാറ്റിയോ? ഓനെ ഇവിടെ നിന്ന് കൊടുന്ന് നിർത്തിക്കണെന്ന് വിചാരിച്ചു കേട്ട്. ഉമ്മ നിങ്ങളെന്നല്ലേ പിടിച്ചു വലിച്ചെന്നെ കൊടുന്നത്? ഇനിയിപ്പോൾ അത് പറഞ്ഞോ ഇജല്ലേ പറഞ്ഞു. ഉമ്മ നല്ലൊരു സ്നേഹമുള്ള പുതിയാപ്പിളിനെ കിട്ടിയിക്കണ്, എങ്ങനെയാണ് മറ്റോള് ഇതിനിട്ട് പോയത്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞീനോ. ഇപ്പം എന്തായി? ഇതാപ്പം സ്നേഹം. ഓനെ വിളിയില്ല, തെളിയില്ല, ഒന്നുമില്ല. ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളപ്പം ടൂർ എടുക്കല്ലേ പണി. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇക്കാരം. ഉമ്മ, നവാസ്ക്ക് ഒരിക്കലും അങ്ങനല്ല. നവാസ്ക്ക് എനിക്ക് വേണ്ടിയതൊക്കെ വാങ്ങിത്തരും, നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷേ എന്താടി ഇതുവരെ വിളിച്ചില്ലല്ലേ ഓനെ? എങ്ങനെങ്കിലും ഓനങ്ങോട്ട് കൈക്കിലാക്കാൻ നോക്കിക്കോ. ഓനെ വിട്ടു കൊടുക്കണ്ട. നമ്മളെ ഒരു കച്ചിരിത്തുമ്പാണ് ഓന്. അതെ, ഈ പെരപ്പണി ഇതോടെ പൗതിയായിക്ക് എടുക്കുകയാണ്. ഒരു കുട്ടി അറിയില്ല മരുവൻ്റെ പൈസ കൊണ്ട് അത് എടുക്കണമെന്നുള്ളത്. ഇനിയിപ്പോൾ ആയുഷ്യം പറഞ്ഞാൽ ആകപ്പാടെ പ്രശ്നം ഇക്കാരം. ഇതാപ്പം പറഞ്ഞ വലിയ സ്നേഹമുള്ള എന്നെ കൂടെ പറയിപ്പിച്ചിട്ടുണ്ട് ഉമ്മ. നിങ്ങളല്ലേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അവിടെ വന്ന് ഓലൊക്കെ ചീത്ത പറഞ്ഞ് എന്നെ ഇറക്കി കൊടുന്നത്? ആടി, പിന്നെ ഗർഭിണിയായ എന്നോട് ഒറ്റക്കിട്ട് പോയാൽ ഞാൻ പിന്നെ മുണ്ടാതിക്കേ? ഉമ്മ, എന്നാലും അത്രയൊന്നും വേണ്ടില്ലായിരുന്നു. അവിടെ നിന്നാൽ മതിയായിരുന്നു. ഇനി പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ ഓൾക്ക് അതിൻ്റെ ഇതാണ്. അതേ, നവാസിൻ്റെ കുട്ടി എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഓൻ തെല്ലത്താൽ അങ്ങോട്ട് വരും. പിന്നെ നല്ല മട്ടത്തിന് വിളിച്ചോ. അല്ല ഇനിയിപ്പോൾ ഓൻ വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് വിളിച്ചാതെക്കണ്ട. എന്നാൽ നിരന്തരം അതാ നവാസിനെ വിളിക്കുന്നുണ്ട് ഫസീല. പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഉമ്മയോട് പറഞ്ഞില്ല. അത് പറഞ്ഞാലും ഉമ്മ ഇനി ചീത്ത പറയും. വിളിച്ചടി, ഓനെ വിളിച്ചോ, വിളിച്ചു വരുത്തിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പുത്തൻ വീട് തറവാട്ടിക്ക് പോകണേനല്ല, പോയാൽ അവിടെ റെസ്റ്റ് എടുത്ത് നിൽക്കണം. അതും ഇതും ഓലം ആദ്യത്തെ ഭാര്യൻ്റെ മക്കളെ നോക്കലും വല്യമ്മാനെ നോക്കലും ഒന്നും നടക്കൂല. പെരയിൽ റെസ്റ്റ് എടുത്ത് അവിടെ നിൽക്കണം. ഗർഭിണിയാണ്, പഴയ പോലല്ല, പഴയ വേലക്കാരത്തി അല്ല സൗദ. ഇതേ പുത്തൻ വീട് തറവാട്ടത്തെ മരോളാണ്. അപ്പം അതിൻ്റേതായ ഡീസൻറ്റിലൊക്കെ നിൽക്കണം. മനസ്സിലായല്ല? പണിയെടുക്കാൻ വേണ്ടി മറ്റോള് വന്നോട്ടെ. ആ തടിച്ച് സെമീറ. സൗദ വിതുമ്പിക്കരഞ്ഞു. റബ്ബേ, ഞാനും എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടി. എനിക്കിനിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. അവൾ ഓരോ ദിവസവും ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. എടുക്കുന്നില്ല. ആകപ്പാടെ ബേജാറായി. എന്നാൽ ഈ സമയം ഉമ്മ, അതേ ഒന്ന് വിളിച്ചു നോക്കാം. ഉമ്മ, ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല. എടുക്കൂല, ഓനെടുക്കൂല. മോനിപ്പോൾ മറ്റൊരാളെ കിട്ടിയില്ലേ, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നാ തോന്നുന്നത്. എടുക്കൂല ഓന്. ഉമ്മ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും പ്രസവക്കൂട്ടിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ അതിന് ഉമ്മ എന്തിനാണ് കയറി വന്നത്? ഈ അല്ലടി പറഞ്ഞത് ഇവിടെ ആരും ഇല്ലാന്നേ, എല്ലാവരും എന്നെ വിട്ടു പോയെന്ന് ഈ അല്ല പറഞ്ഞത്? ഉമ്മയും മോളും നല്ല തല്ല്. എന്നാൽ ഈ സമയം അനിയത്തി, ഉമ്മ നിങ്ങൾ എന്തൊക്കെയാ പറയണത്? നവാസ്കയും സൗദത്തെയും നല്ല രീതിയിൽ ജീവിതം നയിക്കല്ലായിരുന്നോ? ഉമ്മായിട്ട് തന്നെയല്ലേ അതൊക്കെ പ്രശ്നമാക്കിയത്? നമ്മൾ ചെറിയ വീട്ടിൽ നിന്ന് വലിയൊരു വീട്ടിലേക്ക് കയറാനൊക്കെ നല്ല ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. നവാസ്ഖാൻ്റെ ക്യാഷ് കൊണ്ടല്ല അതൊക്കെ ഉണ്ടാക്കിയത്. ഉമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയതിപ്പോൾ? ഓല് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ സൗദത്താക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യമല്ലേ. കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫിലേക്ക് പോയി ഗർഭിണിയായി. എന്തായാലും നവാസ്ഖാൻ്റെ 2 മക്കളെ നോക്കണ പണിയെല്ലാം ഉള്ളായിരുന്നു. ഇപ്പോൾ പിന്നെ വീട്ടിലെത്തുകയും ചെയ്തു. ഇമ്മ എത്താത്തന്നെ പോയി കൂട്ടിക്കൊടുന്നത് ശരിയാണോ? 2 ആഴ്ച കഴിഞ്ഞിട്ട് നല്ല ഫംഗ്ഷനോട് കൂടി പ്രസവക്കൂട്ടിനുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ. മിണ്ടല്ലടി, പോ അവിടുന്ന്. ഇതിൻ്റെ വലിയൊരു വർത്താനം പറയുമ്പോൾ ഈ കയറി സംസാരിക്കണേ. വലിയ അനിയത്തിയോടാനോ അത് പറഞ്ഞത്? ഒന്നുമില്ലമ്മ, ഞാൻ എൻ്റെ മനസ്സിലത്തെ കാര്യം പറഞ്ഞെന്ന് മാത്രം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓലോട് നല്ല മട്ടത്തിൽ നിൽക്കണ്ട, എന്നാലല്ലേ ഓല് അങ്ങനെ ഇതാവുള്ളൂ. അതേ, എൻ്റെ മോള് ഗർഭിണിയാണ്. അവിടെ പണിയെടുക്കാൻ പോണ പെണ്ണല്ല. എൻ്റെ പെണ്ണ് പഴയ
വേലക്കാരത്തിയല്ല, ഓളിൻ്റെ മോളാണ്, ഇപ്പോൾ അവിടുത്തെ മരുവോളാണ്. അപ്പം അതിൻ്റേതായ രീതിയിലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾ നോക്കണം, അല്ലാതെ അവിടെ ഒന്നാരും പേറും. എന്നാൽ ഈ സമയം അതാ നവാസും ഉമ്മയും ഷമ്മാസും വഴിയിൽ ഭക്ഷണം കഴിക്കുവാൻ ഇറങ്ങി. മോനെ നവാസെ, കുട്ടികളെ കൊണ്ടുവരാൻ ഇന്ന് നേരം ഉണ്ടാവോ? ഉമ്മ ഇന്ന് ഇനി വേണ്ട, ഇനി പോയി ഫ്രഷായി ഇന്ന് നാളെ നോക്കാം. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിചാരിക്കണ്ട, പോയിക്കോളിട്ടാ. എന്നാൽ ഈ സമയം അതാ ഫസീല മോനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മോനെ, ഉപ്പച്ചി നാളെ വരും കേട്ടോ, കരയണ്ട കേട്ടോ. ഉമ്മച്ചിന് ഇഷ്ടമല്ല, ഉമ്മച്ചിന് ഇഷ്ടമാണ്, പക്ഷെ ഉപ്പച്ചിനും കാണണം എനിക്ക്. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഉറങ്ങിക്കോളിട്ടോ. ഉപ്പച്ചി ഇന്ന് വരും ഉമ്മച്ചി. അതെ, മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഫസീല പറഞ്ഞു, മോളെ അറിയില്ല മോളെ, ഉമ്മച്ചിക്കൊന്നും അറിയില്ല. ഉമ്മച്ചി കുഞ്ഞുപ്പച്ചിനൊന്നും കിട്ടൂലല്ലോ. ഉമ്മച്ചി തെറ്റുകാരിയല്ലേ, ഉമ്മച്ചി ഒരുപാട് വലിയ വലിയ തെറ്റൊക്കെ ചെയ്തില്ലേ. ഇനി ഒരിക്കലും ഉപ്പച്ചി ഇങ്ങോട്ട് വരൂല. ഉമ്മച്ചിൻ്റെ അടുത്ത് കിട്ടോ. ഞങ്ങൾക്ക് വേറെ ഉമ്മാനൊക്കെ തന്നില്ലേ, വേറെ ഉമ്മക്ക് കിട്ടിയില്ലേ, സൗദമ്മക്ക് കിട്ടിയില്ലേ, സൗദമ്മച്ചിനെ കിട്ടിയില്ലേ. നിങ്ങൾ നല്ലോണം നോക്കിക്കോളൂ കേട്ടോ. ഇനി ഉമ്മച്ചി വരൂല കേട്ടോ അങ്ങോട്ട്. ഉമ്മച്ചി സൗദമ്മച്ചി ഇപ്പം ഞങ്ങൾ നോക്കാറില്ല. സൗദമ്മച്ചിക്ക് ഇപ്പം ഞങ്ങൾ ഇഷ്ടമില്ല. അത് കുഞ്ഞാവ് വയറ്റിലുണ്ടായിട്ട്. മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഫസീലയുടെ മനസ്സൊന്ന് പിടച്ചു. മക്കളെ, എന്നാൽ ഉമ്മമ്മ ഉണ്ടാവും കേട്ടോ എൻ്റെ കുട്ടികൾക്ക്. ഉമ്മമ്മ നോക്കിക്കോളൂ കേട്ടോ. ഉമ്മമ്മ പാവല്ലേ, ഉമ്മമ്മ പാവാണ്. അതെ, പക്ഷേ ഉമ്മമ്മക്ക് സുഖമല്ലല്ലോ, ഉമ്മമ്മക്ക് കാലിന് മുട്ടുന്നൊക്കെ വേദനയാണ്. അത് ഞങ്ങൾ നോക്കാനൊന്നും കഴിയൂല. ഉമ്മച്ചി വരുമോ? വീണ്ടും മോളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അതാ ഫസീല ഒന്ന് വിതുമ്പിപ്പോയി. റബ്ബേ, എൻ്റെ കുട്ടികൾക്ക് ആരെ നോക്കാൻ? ഉമ്മാൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് നിന്നോളി, ഉപ്പച്ചി നോക്കിക്കോളാം നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഉപ്പച്ചിയോ? ഉപ്പച്ചി പാവാണ്, ഉപ്പച്ചിക്ക് ആരും ഉണ്ടാവില്ലല്ലോ. മക്കളെ, ഉപ്പച്ചിക്ക് നിങ്ങളെ സൗദമ്മച്ചി ഉണ്ടല്ലോ, അത് നല്ല സ്നേഹത്തോടു കൂടെ നോക്കുന്നു. ഉമ്മച്ചി, സൗദമ്മച്ചി ഉപ്പച്ചിനെ ചീത്ത പറഞ്ഞിരുന്നു. ചീത്തയോ? എന്തിന്? അത് മക്കൾ നോക്കൂല പറഞ്ഞിട്ട്. ശരിക്കും അത് വല്ലാത്തൊരു വേദനയായി പോയി ഫസീലക്ക്. റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക? റഹ്മാനെ, എൻ്റെ ഒരു ബുദ്ധിമോശം. അവൾ വിതുമ്പിക്കരഞ്ഞു. പഠിച്ചോനെ അല്ലാ, റഹ്മാനെ, എൻ്റെ കുട്ടികൾക്ക് നീ മാത്രമുള്ളൂ റഹ്മാനെ തുണ, അല്ലാതെ ആരുമില്ല അല്ലാ. ഉമ്മാൻ്റെ കുട്ടികളും ഉമ്മാൻ്റെ അടുത്ത് നിന്നോളിട്ടാ. പക്ഷെ മോന് കരയല്ലോ ഉപ്പച്ചിനെ കാണണം പറഞ്ഞിട്ട്. മോൾ അതായിരുന്നു പറഞ്ഞത്. എന്നാൽ ഫസീലക്ക് വല്ലാത്ത വേദനയാണ് ഉണ്ടായത്. റബ്ബേ, അല്ലാ, എങ്ങനെങ്കിലും എൻ്റെ മക്കളെ, അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അച്ഛനെ, മക്കളെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം. മക്കളെ വിട്ടുപോകുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യും റബ്ബേ? ആദ്യത്തെ പോലെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഫസീല പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാ, എൻ്റെ മക്കൾക്കൊരു വിഷമം നീ വരുത്തില്ല അല്ലാ. ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ മക്കളെങ്കിലും അല്ലാ. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ നവാസും ഉമ്മയും അതാ വീട്ടിലെത്തി. ഷമ്മാസും. അതെ, ഒഴിഞ്ഞ വീട്ടിലേക്ക് ഉമ്മക്ക് കയറി ചെല്ലാൻ തോന്നുന്നില്ലായിരുന്നു. ഉമ്മ നേരെ വന്ന് ഡൈനിങ് ഹാളിലെ സോഫയിൽ ഇരുന്നിട്ട് പറഞ്ഞു, പൊന്നാര മക്കളെ, ആവൂലട്ടോ, ഉമ്മാനെ കൊണ്ട് കഴിയൂല ആളില്ലാത്ത ഈ പരിയിൽ നിൽക്കാൻ. കുട്ടികൾ ഒച്ചപ്പാടും ചീറിയും ബഹളും ഒക്കെ ഉണ്ടെങ്കിൽ ആയുഷ്യം ഉണ്ടെങ്കിലും വല്ലാത്തൊരു സമാധാനമായിരുന്നു. എന്നാൽ ഈ സമയം അതാ നുസൈബ വിളിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക്. ആര്? നുസിയോ? ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തൊക്കെയാ നുസി, എവിടെ? കുട്ടി ഉറങ്ങിയോ? ഉമ്മ ഉറങ്ങിക്കണേ. ഉമ്മ ഞാൻ വരാട്ടോ, ഉമ്മ വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ പൊന്നാര പടപ്പേ, എൻ്റെ കുട്ടിക്ക് അവിടെ നിന്നൊരു സമാധാനമല്ലേ? അല്ല ഉമ്മ, ഞാൻ വരാം, കുഴപ്പമില്ല. ഇപ്പം എന്താ, പ്രസവമൊക്കെ സുഖപ്രസവമല്ലായിരുന്നു, ഒക്കെ കഴിഞ്ഞ് റാഹത്തായില്ലേ? അത് ഇത്രയും ഇങ്ങളെ നോക്കിയില്ലേ? ഇനി ഞാൻ ഉമ്മാനെ സഹായിക്കാൻ അങ്ങോട്ട് വരാം. എൻ്റെ പൊന്നാര പെണ്ണ, ഒരു 60 കൂടി ആകാതെ ജൗടുക്കയും മണ്ടണത്. അല്ലമ്മ, ഞാൻ വരാം. നവാസ്കയും ഷമ്മാസ്കയൊക്കെ ഉണ്ടാകുമ്പോഴേ ഉമ്മാക്ക് ഒറ്റയ്ക്ക് കഴിയൂല. പൊന്നാര പടപ്പേ,
അതൊന്നും കുഴപ്പമില്ല. ആക്ക് മക്കൾ തന്നെ ഉണ്ടല്ലോ. ഇവര് എനിക്ക് എല്ലാ പണി എടുത്തു തരാൻ എൻ്റെ ആ മക്കൾ തന്നെ ഉണ്ട്. അത് പോരെടി. ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കി. ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് അത്ര രാവിലെ നീച്ച് മണ്ടാതൊന്നും കഴിയൂല. പിന്നെന്ന് വെച്ചാൽ ഇനി മക്കൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. എന്നാലും ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിക്കൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ വരണ്ട. നുസൈബക്ക് വല്ലാത്ത സങ്കടമായി. നുസൈബ് ഉമ്മയോട് ഇത് പറയുന്നു, അവളുടെ ഉമ്മയോട്. ഉമ്മ, ആരുമില്ല അവിടെ, ഉമ്മ ഒറ്റയ്ക്ക് വേണം, എന്താ ചെയ്യുക? എന്നാൽ ആ ഉമ്മ പറഞ്ഞു, മോളെ ഞാനിപ്പോൾ എന്താ പറയാ, 60 ആയതിൻ്റെ ശേഷമാണ് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ അവിടെ പോയപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ എന്നാൽ ഈ സമയം ഐഷുമ വിചാരിക്കുന്ന, റബ്ബേ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് എൻ്റെ നുസൈബായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നീൻ്റെത്. പാവം, ഓളന്ന് കെട്ടിച്ച് തീർത്ത് നിൽക്കണ ആ ഒരു സമയമായിരുന്നു. തീർത്തെന്ന് വെച്ചാൽ എൻ്റെ ഫൈസൽ ഓൾ ഒഴിവാക്കി നിൽക്കണ ആ ഒരു സമയത്താണ് ഓൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഓളതിന് ഓടി വന്നീൻ്റെത്. ആരും ഇല്ലായിരുന്നു എന്നെ നോക്കാൻ, ഓളന്നെ ഉള്ളായിരുന്നു. പാവം എൻ്റെ കുട്ടീനെ അപ്പത്തന്നെ കണ്ട് വരുത്തൂല. എന്നാൽ നുസൈബ് വിളിച്ച് ചോദിച്ചത് ഷമ്മാസും കേട്ടു. എന്തോ ഉമ്മ, ആര് വിളിച്ചത്? ഈ കേട്ടില്ലേ? നുസിയാണ് വിളിച്ചത്. ആ, അവള് ശബ്ദം പോലെ തോന്നി. എന്താ ഉമ്മ? ഓള് വരട്ടേന്ന്. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മുഖത്തൊരു പുഞ്ചിരി. ആണോ ഉമ്മ? അങ്ങനെയാണ് വന്നോട്ടെ. എൻ്റെ പൊന്നാര ഷമ്മാസേ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്താ ഓൻ്റെ ചിരി? ഓനോളം അവിടെ നിർത്താൻ പറ്റൂല, ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ നിൽക്കട്ടെ. എന്തോ ഒപ്പം തന്നെ കൊടുക്കുന്നത്. ഇവിടുത്തെ പണി അങ്ങനെയൊക്കെ മതി. ഒരു ഒന്നരാട് അടിച്ചൊരു തുടക്കൽ എന്നൊക്കെ മതി. ഇവിടെ ഇപ്പോൾ ആരും പെരത്താനും തീർന്നില്ല. വെച്ചുണ്ടാക്കാൻ ഞാൻ വെച്ചുണ്ടായിക്കൊണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഇല്ലേ എന്തെങ്കിലും പണിയെടുക്കാനൊക്കെ? എന്നാൽ ഷമ്മാസ് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, അതിനെന്താ, മോള് വന്നോട്ടെ. ഓള് വന്നോട്ടെ, പോടാ ചെക്ക അവിടുന്ന്. 40 കഴിഞ്ഞ് പോയപ്പോൾ തുടങ്ങി, കൊണ്ടുവരല്ലമ്മ. എന്താ എൻ്റെ പൊന്നാര ശ്യാമന്, 90 അങ്ങോട്ട് ആകണം അതിൻ്റെ ശരീരം പഴയ കോലത്തേക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ. അതിൻ്റെ മുമ്പ് കൊടുന്നിട്ട് ഇപ്പം എനിക്ക് എന്തിനാ? കൊണ്ടുവരനും കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ കാട്ടും. ഞാനും ഓളും കുട്ടിയും ഒപ്പം കിടക്കും. ഇജ്ജ് വേറെ കിടന്നോണ്ടി. അത് കേട്ട് ഷമ്മാസ് ഒന്ന് ചിരിച്ചു. എൻ്റെ ഉമ്മ, ഈ ഉമ്മാൻ്റെ വിചാരം എന്താ ഇത്? ഈ ഉമ്മാൻ്റെ ഒരു കര അല്ലേ? അങ്ങനല്ല, ഓ അങ്ങനെ കൊണ്ടുവരാ കാരണം 40 കഴിഞ്ഞിട്ടുള്ളൂ. എന്നാളിപ്പോൾ 1-2 ദിവസം വന്ന് നിന്നീലേ, ഒന്നും പോരെ? അല്ലമ്മ, ഇനിയിപ്പോൾ ഉമ്മാക്ക് വേണ്ട, കുട്ടിക്കും വേണ്ട. ഉമ്മാക്കും ആൾ വേണ്ട, എൻ്റെ ഉമ്മാൻ്റെ കുട്ടിക്കും ആൾ വേണ്ട. തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്നാൽ ഷമ്മാസ് ചിരിക്കുന്ന കണ്ട് നവാസ്, എന്താടാ ഉമ്മ നല്ല വിറ്റടിക്കുന്നുണ്ടോ? അല്ലേ, ഓന് പറയും നുസിനെ കൊണ്ടുവരണം. അല്ല, നുസിനെ കൊണ്ടുവരാനായിട്ടില്ലല്ലോ, കുറച്ച് കഴിഞ്ഞോട്ടെ. എന്താ, ഒന്ന് പ്രസവം കഴിഞ്ഞ് പോയതല്ലേ ഷമ്മാസ്, എന്താ ഇപ്പത്തന്നെ കൊണ്ടുവരാൻ തിരക്ക്? അല്ലേ, ഉമ്മാക്ക് ആളില്ല എന്ന് പറഞ്ഞപ്പോൾ, ഉമ്മാക്ക് ആളിപ്പോൾ മതി. ഉമ്മാക്ക് 2 ആമക്കൾ തലങ്ങും വിലങ്ങും ഉണ്ട് എല്ലാ പണി എടുത്ത് തരാൻ. നുസിനെ ഇപ്പോൾ കൊണ്ടുവരാനായിട്ടില്ല. പിന്നെ ഒന്ന് പോയി പോരേണ്ടി നാളെ കുട്ടീൻ്റെ അടുത്ത്. കുട്ടീനെ കാണാൻ വല്ലാതെ പൂതിയുണ്ട്. ആ ഉമ്മ, ആയിക്കോട്ടെ. ഇനി അവിടെ നിൽക്കണ്ട കേട്ടോ. എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ? ഇന്ന് ഇത്രക്ക് പേടി നിങ്ങൾക്ക്? പേടിയല്ല പൊന്നാരെ, ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രം. നിങ്ങളൊക്കെ അറിവില്ലാത്ത മക്കൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. ഇതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പണ്ടേതൊക്കെ കണ്ട് വളർന്നവർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളമ്മമാരൊന്നും അടുപ്പിച്ചൂലേനു. പെറ്റെടുക്കുന്നിടത്തേക്ക് ആണുങ്ങൾ വന്നിരിക്കാനും അയക്കൂല. അങ്ങനെയൊക്കെ ആയിനു അന്നത്തെ കാലം. അങ്ങനെയേനു. ഇപ്പം പിന്നെ അങ്ങനെയൊന്നല്ല. ഗൾഫിലാകുമ്പോൾ ഒരു റൂമിൽ തന്നെ പെറ്റ് കെടുക്കലും പുതിയാപ്പിള ഒപ്പം കെടുക്കലും ഒക്കെ അതന്നെയല്ലേ. എന്നാലും പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു വിശ്വാസമായിരുന്നു. ഇപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ പെണ്ണിനെ ഓൾ ശരീരമൊക്കെ ഒന്ന് ശരിയാകട്ടെ. അതുവരെ കുഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് അവിടെ നിൽക്കട്ടെ. അവിടെ നിൽക്കുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഓരോ പണിയെടുത്തുകൊണ്ട് നിൽക്കും. എന്നാൽ ഈ സമയം നുസൈബയുടെ വീട്ടിൽ അതാ ഷമ്മാസ് നുസൈബക്ക് മെസ്സേജ് അയക്കുന്നു. നുസി, ഇക്ക ടൂറെ കഴിഞ്ഞ് എത്തിയോ? ആ പെണ്ണ് എത്തി. ഞാനും ഉമ്മയും നവാസൊക്കെ. ആയിക്കോട്ടെ, പാവാണ്. ഉമ്മാക്ക് എപ്പോഴും ഓരോ പ്രാരാബ്ദങ്ങളായിരിക്കും വീട്ടിൽ. ഒരു സമാധാനക്കേട്. അല്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിലും പോവുന്നെ വേണം. അല്ല, എന്തൊക്കെയുണ്ട് ഉസ്താദിൻ്റെയും ഇത്തയുടെയും സമീർത്തിയുടെയൊക്കെ വിശേഷം എന്താ? അൽഹംദുലില്ലാ, റാഹത്താണടേ എല്ലാം കൊണ്ടും. അതെ, നമ്മുടെ സമീർത്താക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയത്. ഉസ്താദ് എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്തായാലും 2 ദിവസം ടൂറൊക്കെ പോയതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും പള്ളിയിൽ നിന്നൊക്കെ. വേറൊരു ഉസ്താദിനെ ഏൽപ്പിച്ച് പോയതൊക്കെയാണല്ലോ. അല്ല, ഏതായാലും ആ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, നല്ല ജീവിതം കിട്ടട്ടെ അല്ലേ ഇക്ക? അല്ലിക്ക, ഞാനെന്നാ വരട്ടെ. നിങ്ങളെപ്പോഴാണ് വരിക?
എൻ്റെ പെണ്ണെ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് നോക്കി. അല്ല നീ വിളിച്ചപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞതെന്നോ? ആയിട്ടില്ല. എന്തോ അത് അല്ല, ഉമ്മ വേറെന്തേലും വിചാരിച്ചാവോ? ഞാനൊന്നുമല്ല ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ. ആ, അത് ഞാനും അതേ വിചാരിച്ചിട്ടുള്ളൂ. ആ ഇക്ക നിങ്ങളത് പോയിക്കേ. അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല പെണ്ണെ, സത്യമായിട്ടും എനിക്ക് നമ്മളെ ഫാത്തിമ കുട്ടിയൊക്കെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് പെണ്ണെ, സത്യമായിട്ട്. അതിനെന്താ നാളെ പോരേ? അല്ല, എനിക്ക് ഉമ്മ ഒറ്റക്കായിട്ടൊരു ഇടങ്ങാറുണ്ട് കാ. അതൊന്നും സാരല്ല, ഞങ്ങളിവിടെ ഉണ്ടല്ലോ എല്ലാത്തിനും. ഞാൻ മതിയല്ലോ ഉമ്മാക്ക് മരുമകളായിട്ട് എല്ലാ പണിയൊക്കെ ചെയ്ത് കൊടുക്കാൻ. ഓ, അതാണ് പിന്നെ ഒരു സമാധാനം ഉള്ളത്. ഇക്ക ഉമ്മാനെ നല്ല നോക്കണം കേട്ടോ. മെഡിസിനൊക്കെ കറക്റ്റ് രീതിയിൽ എടുത്ത് കൊടുക്കണം കേട്ടോ. പാവാണ്. എനിക്കൊക്കെ വേണ്ടി ഒരുപാട് ഉമ്മ കഷ്ടപ്പെട്ടതാണ്. എന്ന് തുടങ്ങിക്കണമെന്നോ എൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി കഷ്ടപ്പെടൽ. അതെ, ഉമ്മ എന്ന് വെച്ചാൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ സ്നേഹം വാരിക്കോരി തരും. പാവാണ് ഉമ്മ. ഉമ്മാനൊന്നും ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നൊക്കെ ഒരുപാട് എല്ലാ കാര്യത്തിലും എനിക്ക് ഉമ്മ സപ്പോർട്ടാണ്. അതെ, ഞാൻ MBBS കാര്യങ്ങളും ഒക്കെ എഴുതാൻ എൻട്രൻസ് എഴുതാനും ഒക്കെ ഉമ്മാൻ്റെ എഫേർട്ട് തന്നെയാണ്. ഉമ്മയാണ് അതിന് വേണ്ടി എൻട്രൻസിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ തന്നതും ഞാൻ റാങ്കുകാരിയാകാനൊക്കെ ഉള്ള കാര്യം ഉമ്മയാണ്. ഉമ്മാനൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അത്രക്കും നല്ല കാര്യങ്ങളാണ് ഉമ്മ എനിക്ക് തന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പെറ്റുമ്മ ഉണ്ട് ഇവിടെ. അതെ, എൻ്റെ പെറ്റുമ്മ നുസ്രത്താണെങ്കിലും എൻ്റെ ഐഷുമ്മയാണ് എൻ്റെ പൊന്നുമ്മ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പ്രചോദനമേകിയ വ്യക്തി എൻ്റെ ഉമ്മ തന്നെയാണ്. ഉമ്മാനെ മറക്കാൻ കഴിയൂലക്ക. നുസൈബ അത് പറഞ്ഞ് കരയാണ്. നുസി, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മതി ഉമ്മാക്ക്. പിന്നെ നവാസ് ഖാൻ്റെ ഭാര്യ പോയിട്ടുണ്ട് കേട്ടോ, നീ ദുആ ചെയ്യ്, കുഴപ്പമൊന്നുമില്ലാതെ. ഇക്ക എല്ലാം ശരിയാവും, പാവാണ്, ഉമ്മ കഷ്ടപ്പെടുന്നില്ല. കാരണം ഉമ്മ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളാണ്. അല്ല നുസി, പിന്നെ അവിടെ പണിക്കാർ വന്നിരുന്നു, JCB വരാൻ പറഞ്ഞിരുന്നല്ലോ. ആ ഇക്ക അവിടെ നിരപ്പാക്കിയിട്ടുണ്ട്. അതെ, ഇനി എന്താ പ്ലാനും കാര്യങ്ങളും എന്തൊക്കെ? എന്തിനാ ഇക്കാൻ്റെ അതിന് പൈസയൊക്കെ ഉണ്ടോ? അതെന്താ പെണ്ണെ, പിന്നെ അത്യാവശ്യമല്ലേ വീട്. ആ, അതുപോലെ പിന്നെ നമ്മുടെ സൗദത്താൻ്റെ വീട്ടുകാർക്കൊരു വീട് വെക്കണമെന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ഉമ്മ പറഞ്ഞു അവരുടെ ചെറിയ വീടാണ്, ഒക്കെ ഒന്ന് വേറെ വീട് സെറ്റാക്കി വേഗം കൊടുക്കണം എന്ന് പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതായാലും പഠിച്ചോൻ എല്ലാം റെഡിയാക്കി തരട്ടെ. കാരണം ഇത്താന്ന് വെച്ചാൽ മക്കളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയതായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ പറ്റി അറിയില്ല. അതാണ് വല്ലാത്തൊരു വിഷമം. ഇക്ക എന്നിട്ട് സൗദത്താന് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? വീടിൻ്റെ കാര്യമൊക്കെ നോക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്താനെ അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതുകൊണ്ട് നമുക്കങ്ങോട്ട് പോകാനും വയ്യ. ആ ഒരു രീതിയിലാണ്. ആ, പിന്നെ മിസ്സി, എന്തേക്ക ഫസീലത്താൻ്റെ കാര്യം? അല്ല, അതെന്തായി? ഫസീലത്ത് ഇപ്പോൾ ആളാകെ മാറിയില്ലേ? മക്കൾ ഓരോരുത്തർ മക്കൾ കാര്യമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചോനെ, എത്രയൊക്കെ തന്നെയായാലും അവർ പ്രസവിച്ച മക്കൾ തന്നെയല്ലേ, വേദന ഇല്ലാതിരിക്കുമല്ലോ അല്ലേ? ഇത്ത ഇത്ത ആദ്യമൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറ്റി പാവമായിട്ടുണ്ടാവില്ലേ? അതെ, ആളാകെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചവനെ പേടിച്ച് ജീവിക്കുകയാണ്. എപ്പോഴും ദിക്റും സ്വലാത്തും ഇട്ട് അങ്ങനെയാണ് അവർ. എന്നാലും മക്കളെ കണ്ട സന്തോഷം, അതും വലിയ സന്തോഷം തന്നെ കേട്ടോ. അവർക്കെല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിരുന്നല്ലോ. ഇക്ക അതിനും കാരണക്കാരി ഉമ്മയൊക്കെ തന്നെ അല്ലേ അല്ലേ? അതേടി, ഉമ്മ എല്ലാവരും രക്ഷിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കൽ പോലും ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ സൗദത്തിയുടെ ഉമ്മയുടെ വാക്ക് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. എന്തൊക്കെയോ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു. പാവം, നമ്മളുമ്മ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. അതെ, നമ്മളുമ്മ എന്തേ കാര്യം പറയും, അതാരാണെങ്കിലും. പക്ഷേ ഒരാളെ വേണ്ടാത്ത രീതിയിൽ ഒന്നും ഒരിക്കലും. ഇതെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഉമ്മ കരയായിരുന്നു. ഉമ്മാൻ്റെ ആ കരച്ചിലും കണ്ണീരും മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ലോങ് ടൂർ അങ്ങ് പോയത്. അത് 2 ദിവസം റിസോർട്ടിലൊക്കെ നിന്ന് തിരിച്ചൊക്കെ വന്നപ്പോൾ ഉമ്മക്ക് റാഹത്തായി. ആ പിന്നെ നുസി, ഉമ്മ പറയുന്നുണ്ട് കേട്ടോ, ഈ വീട്ടിൽ മക്കളൊന്നും ഇല്ലാതെ നിൽക്കാൻ കഴിയൂലെന്ന്. ആ, വലിയൊരു വീടല്ലേ, ഇവിടെ കുട്ടികൾ ഒച്ചപ്പാടും ബഹളും അതൊക്കെ വേണം, ഉമ്മാക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഫസീലത്താക്കൊരു വീടെടുത്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഇൻഷാ അല്ലാ വേഗം ഒന്ന് സെറ്റാക്കി കൊടുത്താലേ ഇനിയിപ്പോൾ മക്കളെ കൂടെ ജീവിക്കണമെങ്കിൽ അങ്ങനെയാക്കാം. ഒരു നിമിഷം അതാ നുസൈബ് പറഞ്ഞു. അതെ ഷാമുൻക. എന്താടി? അത് പിന്നെ ഫസീലത്തെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് 3 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ടേ പറ്റുള്ളൂ എന്നാണല്ലോ. ഇതിപ്പോൾ ഒരെണ്ണക്കാണെങ്കിൽ
തിരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ അറിയില്ല. കാരണം മറ്റൊരു ഭാര്യ കൂടി ആയില്ലേ. ഇനിയിപ്പോൾ ഈ ഒരു ഗർഭസമയത്ത് അവൾക്കിത് കേൾക്കുമ്പോഴേ എന്തൊക്കെയാ അറിയില്ല. പക്ഷെ അവർക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയിടി. നമ്മൾ എത്രമാത്രം അവരെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ഉമ്മ പറഞ്ഞ വീട് വരെ നല്ലൊന്ന് എടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇവർ ഇങ്ങനെയൊക്കെ പ്രശ്നമാക്കി പോയത്. ആ ഇത്താത്ത എന്താ അങ്ങനെ എനിക്കറിയില്ല. അല്ലാ, ഏതായാലും പഠിച്ചോനെ കാക്കട്ടെ. എന്നാൽ ഈ സമയം അതാ വീണ്ടും നവാസിൻ്റെ അമ്മായിയമ്മ പറയുകയാണ്, അതായത് സൗദിയുടെ ഉമ്മ, 7 മാസം പള്ളിയുള്ളൊരു പെണ്ണാണല്ലോ, ഓൻ അതിനെക്കുറിച്ചൊരു ഓർമ്മ ഉണ്ടോ? തീരെ ഒരു ഓർമ്മയും ബോധമില്ലെന്ന് ഓല് കെട്ടിച്ചു കൊടുക്കണ്ടില്ലേനു. നമ്മളെ പറഞ്ഞാൽ മതി. ആ റെജിന ഉണ്ടാക്കിയ ബന്ധാണത്. ഇത്രയും മോശത്തരത്തിൽ ഓല് ആക്കുക ഞാൻ കരുതിയില്ല. കാരണം 7 മാസം ഒരു പെണ്ണ് ഇപ്പോൾ 2-3 ദിവസമായി ഇവിടെ വന്ന് നിൽക്കണ്. ഒരു വിളിയും തെളിയില്ല, പൈസ അയക്കണില്ല, ഒന്നും കാട്ടണില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോൾ എന്താ കാട്ടുക? നേരെ അതാ ഉമ്മ ഇളകിക്കൊണ്ട് റെജിനത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നു. റെജിന, റെജിന, ആ താത്ത ഇങ്ങോട്ട് കയറിക്കോളി. കയറൊന്നല്ല മളെ, എന്താ നിങ്ങളൊക്കെ വിചാരം? എന്താ താത്ത? അല്ല, നിങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കണം. ഇജല്ലേ കല്യാണം ഉണ്ടാക്കിയത്? എന്ത് താത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? എൻ്റെ പെണ്ണ് 2-3-4 ദിവസമായി ഇവിടെ വന്നിട്ട് ഒരു വിളിയോ തെളിയോ നവാസ് വിളിച്ചിട്ടില്ല, ഒന്ന് വന്ന് നോക്കിയിട്ടില്ല. ഒന്നുമില്ല, ഒരു പള്ളിയുള്ള പെണ്ണല്ലത്. 7 മാസം കഴിഞ്ഞ് 8-ക്കൊക്കെ ആയി തുടങ്ങാനയക്കണ്. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് 8-ക്കായി. ഒന്ന് ആലോചിച്ചൂടെ? ഈ ഒരു ഗർഭിണിയായ പെണ്ണിനെ ഇവിടെ ഒറ്റക്കിട്ട് ഓന് ഒരു ടൂർ അയക്കണ്. ഇപ്പോൾ എന്താണ് ഓൾക്ക് തീരെ ഒരു അന്തും കഥയും ഇല്ലാഞ്ഞാൽ ഒന്ന് വിളിച്ച് ഒന്നും ചെയ്യണില്ല. റെജിനത്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചവനത് വേണ്ടില്ലാത്ത പണിയാണ് ഞാൻ എടുത്ത്. റബ്ബേ, വല്ലാത്തൊരു. അല്ല താത്ത, നല്ല മട്ടത്തിന് ഓളവിടെ നിൽക്കുകയല്ലായിരുന്നോ? നിങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടുണ്ടോ? എൻ്റെ താത്ത സന്തോഷത്തോടു കൂടി വിളിച്ച് എന്നോട് പറഞ്ഞാൽ എന്താന്ന്, ഗൾഫിൽ നിന്ന് ഒക്കെ വരേണ്ട തലേന്നെടി 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവക്കൂട്ടലുണ്ടാക്കണം, എല്ലാവരും വിളിക്കണം, നല്ല മട്ടത്തിന് ഉസ്താദ്മാരെയൊക്കെ വിളിച്ച് ദ്വാരന്നുകാണ്ട് പറഞ്ഞേക്കണം. പിന്നെ അവളെ കുറച്ച് അവിടെ നിന്നിട്ട് നമുക്ക് 1 ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. പ്രസവവും കാര്യങ്ങളും ഇനിയിപ്പോൾ എങ്ങനെ വെച്ചാൽ ആക്കാം. നമ്മൾ നുസൈബാൻ്റെ ഇവിടെ കഴിഞ്ഞ പോലെ ഇവിടെ ആക്കണേ ആക്കാം, അല്ലെങ്കിൽ അവിടെ ഉമ്മാക്ക് കഴിയുന്നുണ്ട് അവിടെ ആക്കാം. അതൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ ഓല ഇഷ്ടം പോലെ തന്നെ. പിന്നെ ക്ഷാമോ പറയും ഇവിടെ തന്നെ ആക്കുക എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ആക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതും സന്തോഷമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത്? നിങ്ങളോളെ പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ പാടുണ്ടോ? പിന്നെന്താ, എൻ്റെ മോളെ ഒറ്റക്കിട്ട് അവിടെ നരകിപ്പിക്കല്ലേ എല്ലാവരും കൂടി? അല്ല താത്ത, നിങ്ങൾ പഴയതൊന്നും മറക്കല്ലേ. നമുക്ക് ഇത്രയും നിങ്ങൾക്ക് നല്ലൊരു സൗഭാഗ്യം തന്നീലേ. ആ മരുമക നല്ലൊരു കുട്ടിയല്ലേ എൻ്റെ നവാസ്. ഓൻ എനിക്കറിയാലോ, ഓൻ ഒരാളെ അടങ്ങാറാക്കിയിട്ടില്ല. നിങ്ങളായിട്ട് തന്നെയല്ലേ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ താത്താനോട് പറയാം? ഒന്ന് വിളിച്ച് പറഞ്ഞാളാ. ഇവിടെ 7 മാസം ഉള്ള പെണ്ണിനെ ഇവിടെ കൊടുന്നിട്ട് ഒന്നും വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് പൈസ കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞാളാ. ഒന്നുമില്ല, എൻ്റെ ഏട്ടത്തിയല്ലേ. ഏട്ടത്തി ആകുമ്പോൾ കുറച്ച് എനിക്ക് പറയാലോ. ഇത്രക്ക് മോശക്കാരാണ് പുത്തൻ വീട്ടുകാർ, ഞാൻ അറിഞ്ഞില്ല. ശരിക്കും അതാ സൗദിയുടെ ഉമ്മ റെജിനത്തിയോട് നല്ലോണം പറഞ്ഞു. പഠിച്ചോനെ, ഇത് വല്ലാത്തൊരു കെണിയായിപ്പോയല്ലോ ഇത്. എന്നാൽ ഈ സമയം സൗദ പറയുന്നു, ഉമ്മ, ഉമ്മ. അവൾ വിളിക്കുന്നു. ഉമ്മയെ എവിടെയും കാണുന്നില്ല. പഠിച്ചോനെ, ഈ ഉമ്മത് എവിടെ പോയി കിടക്കുക? ഉമ്മ എവിടെ പോയി കിടക്കണത്? ഉമ്മ എവിടേക്ക് പോയിക്കണത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയിക്കണോ? നവാസ്ഖാൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ, അല്ല ഞാൻ ഇതിപ്പോൾ ശരിയാവില്ല. ഉമ്മാക്ക് വാശി കൂടുതലാണ്. എന്താ ചെയ്യുക ഞാൻ? നിൻ്റെ ഓരോ നിമിഷത്തെ അബദ്ധം. ഞാൻ എന്ത് കരുതിയിട്ട് ഇറങ്ങിപ്പോകുന്നത് അവിടുന്ന്? ഉമ്മ വിളിച്ചപ്പോഴൊക്കെ ഞങ്ങോട്ട് പോന്നും ചെയ്ത്. വേണ്ടില്ലായിരുന്നു നവാസ്ക. വീണ്ടും. എന്നാൽ നവാസ്കാക്ക് അവൾ വീണ്ടും വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു, പക്ഷേ എടുക്കുന്നില്ല. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? എൻ്റെ വയറ്റിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്. ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്ന എൻ്റെ ജീവിതം. അവൾ വീണ്ടും വിളിച്ചു, പക്ഷേ നവാസ് എടുത്തില്ല. നവാസിനും ഇതിലല്പം വാശിയുണ്ടെന്ന് തോന്നുന്നു. കാരണം നവാസ് പറഞ്ഞ ആ ഒരു വാക്ക്, അതെ സൗദ, നീ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, പിന്നെ നവാസിനെ കാക്കണ്ട കേട്ടോ. ആ ഒരു വാക്ക് അതാ സൗദിയുടെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ആകപ്പാടെ ബേജാറായല്ലോ റബ്ബേ. അതെ, നവാസ്ക പറഞ്ഞിരുന്നു എന്നോട്. വേണ്ടില്ലായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു.
പക്ഷേ കുറച്ച് കൂടുതലുണ്ട് വാശി ഓൽക്ക്. നവാസ് അല്പം വാശിയിൽ തന്നെയായിരുന്നു. അതെ, എല്ലാവർക്കും ഞാനങ്ങ് താക്കാടി കൊടുക്കും. വേണ്ട പോവണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ. ഇനി എന്നെ കിട്ടില്ല. അതെ, പഠിച്ചു കഴിഞ്ഞു ജീവിതം ഞാൻ. ഇനി ആരുമില്ലെങ്കിലും ഒറ്റക്ക് ജീവിക്കണം, അതേ ഉള്ളൂ. നവാസിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. എന്നാൽ സൗദ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഉമ്മയെ കാണാനില്ല. ഉമ്മ, അവൾ ഉറക്കെ വിളിച്ചു. റജിനത്തിയുടെ വീട്ടിൽ ചീത്ത പറയാൻ പോയതായിരുന്നു ഉമ്മ. നവാസിന് സൗദയാണോ ഫസീലയാണോ നല്ലത്? അതെ, നവാസ് ഇനി ആരുടെ അരികിലേക്ക് ആദ്യം പോകണം? എൻ്റെ പ്രിയപ്പെട്ടവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.